ലൈംഗിക പീഡന കേസിൽ എം മുകേഷ് എം.എൽ.എയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നും വാദം തുടരും. മണിപിള്ള രാജു, ഇടവേള ബാബു, അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകളും കോടതി ഇന്ന് പരിഗണിക്കും. നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വിഷ്ണു സുരേഷ് കൂടുതൽ വിശദാംശങ്ങളുമായി അപ്ഡേറ്റ്സുകളുമായി കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് മുകേഷിന്റെ ജാമ്യ ഹർജി കോടതിക്ക് മുൻപാകെ എത്തിയത്. അടച്ചിട്ട മുറിയിലായിരുന്നു വാദം കേട്ടത്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ലായിരുന്നു. പക്ഷേ ഇന്നലെ ആ വാദം പൂർത്തിയായില്ല. ഇന്നും അത് തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. 3-ാം തീയതി വരെ, അതായത് ഇന്ന് വരെയാണ് മുകേഷിന് അറസ്റ്റിൽ നിന്ന് ഒരു നോട്ട് അറസ്റ്റ് ലഭിച്ചിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്ന് ജാമ്യ ഹർജിയിൽ വാദം കേട്ട് ഇന്ന് തന്നെ അതിൽ വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മുകേഷിന് പുറമെ ഇടവേള ബാബു, അതോടൊപ്പം സിദ്ദിഖ്, വി എസ് ചന്ദ്രശേഖരൻ തുടങ്ങിയ ആളുകൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ സിദ്ദിഖ് ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. മറ്റു രണ്ടുപേരും ജില്ലാ കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. ഇവരുടെ ജാമ്യ ഹർജിയിലും വാദം കേൾക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ ജാമ്യ ഹർജിയിൽ എന്ത് തീരുമാനം ഉണ്ടാകുന്നുവോ അതിനുശേഷമായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ ഉണ്ടാകുക. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഈ ജാമ്യ ഹർജി ഏത് രീതിയിൽ കോടതി പരിഗണിക്കുന്നു, ജാമ്യം നൽകുമോ അത് തള്ളുകയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. 2ാം ഘട്ട അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാഥമികമായി ഈ പരാതി നൽകിയ ആളുകളുടെ രഹസ്യമൊഴിയും അതോടൊപ്പം തന്നെ അവരെ ഈ സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന നടപടിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഈ പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള അടുത്ത നീക്കം. അത് പക്ഷേ ഈ കോടതി നടപടികൾ കേന്ദ്രീകരിച്ചായിരിക്കും ആ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.